ഈജിപ്തിനെ കുറിച്ച് നമുക്കറിയാം, തുനീഷ്യയെ കുറിച്ച് നമുക്കറിയാം, യമനെ കുറിച്ച് നമുക്കറിയാം. മിഡിൽ ഈസ്റ്റിലെ പ്രഗത്ഭമായ രാഷ്ട്രങ്ങളാണ്. യമനും തുനീഷ്യക്കും ഇല്ലാത്തൊരു പ്രത്യേകത ഈജിപ്തിനുണ്ട്. ഈജിപ്ത് മിഡിൽ ഈസ്റ്റിന്റെ അജണ്ട നിർണ്ണയിക്കുന്ന രാഷ്ട്രമാണ്. അറേബ്യയുടെ സാഹിത്യത്തെക്കുറിച്ച്, അറേബ്യയുടെ സിനിമയെക്കുറിച്ച്, അറേബ്യയുടെ ഡ്രാമയെക്കുറിച്ച്, അറേബ്യയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് നിയന്ത്രിക്കുന്നത് സെറ്റിംഗ് ദ അജണ്ട ഓഫ് മിഡിൽ ഈസ്റ്റ് എന്ന് ഈജിപ്തിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. മിഡിൽ ഈസ്റ്റിന്റെ അജണ്ട നിർണ്ണയിക്കുന്ന രാഷ്ട്രമാണ് ഈജിപ്ത് എന്നത്. ഈജിപ്തിൽ പൊട്ടിപ്പുറപ്പെട്ട ജനകീയ കലാപം റിയാദിലും അതുപോലെ തന്നെ അമ്മാനിലും ബഹ്റൈനിലും കുവൈറ്റിലുമൊക്കെ വരും കാലങ്ങളിൽ അലയടിച്ചുയരുമെന്നതിന്റെ ഏറ്റവും ശക്തമായ സൂചനകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആദ്യമായി സൗദി അറേബ്യ എന്ന രാഷ്ട്രത്തിൽ, രാജ്യാധിപത്യമുള്ള രാഷ്ട്രത്തിൽ ഈജിപ്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റിയാദിൽ പ്രകടനം നടന്ന ചരിത്രപരമായ ഒരു സന്ദർഭം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബഹ്റൈനിൽ പ്രകടനം നടന്നു, അമ്മാനിൽ പ്രകടനം നടന്നു, ജോർഡാനിൽ, അതുപോലെ തന്നെ ജപ്പാനിൽ, ബ്രിട്ടനിൽ, ചൈനയിൽ, അമേരിക്കയിൽ തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം ഈജിപ്തിലെ ജനാധിപത്യ പോരാട്ടത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടന്ന വലിയൊരു മുന്നേറ്റത്തിന്റെയും വലിയൊരു വിപ്ലവത്തിന്റെയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടന്ന അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുവന്ന റാലിയുടെ ഒരു കണ്ണിച്ചേരലാണ് ഇവിടെ SIO സോളിഡാരിറ്റിയും നടത്തിയിട്ടുള്ള ഈ റാലി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാം, നമ്മുടെ മതം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല, രാഷ്ട്രീയ മോചനങ്ങളെക്കുറിച്ച് ശബ്ദിക്കാൻ പാടില്ല, സാമൂഹിക അജണ്ടകൾ മതത്തിന് പാടില്ല, സാമ്പത്തിക കാര്യങ്ങളിൽ മതം ഇടപെടാൻ പാടില്ല, മതം തൗഹീദും പള്ളിയും മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുന്ന അക്ഷരവാദികൾക്കുള്ള കനത്ത ആഘാതമാണ് ഇസ്ലാമിക വിപ്ലവം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക വിപ്ലവത്തിന്റെ മുന്നേറ്റത്തിൽ ഇസ്ലാമിന് സമ്പൂർണ്ണവും സമഗ്രവുമെന്ന് നിദർശിച്ച പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ നയിച്ച വിപ്ലവമാണ് ഈജിപ്തിലും തുനീഷ്യയിലും യമനിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തുനീഷ്യയിൽ വിപ്ലവം നയിച്ചത് അൽ-നഹ്ള എന്ന് പറയുന്ന ഇസ്ലാമിക് മൂവ്മെന്റാണ്. അതുപോലെ തന്നെ ജബഹത്തുൽ ഇസ്ലാമി എന്നറിയപ്പെടുന്ന ഇസ്ലാമിക് മൂവ്മെന്റാണ്. അതുപോലെ യമനിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമാണ് യമനിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈജിപ്തിലെ വിപ്ലവത്തെ യൂണിറ്റുകളായി, ഘടകങ്ങളായി, അതുപോലെ തന്നെ ഓരോ യൂണിറ്റുകളായി വേർതിരിച്ച് അതിന്റെ ഗതി നിർണ്ണയിച്ചുകൊണ്ടിരിക്കുന്ന സംഘടന ഷഹീദ് ഇമാം ഹുസൈൻ ബന്ന രൂപം നൽകിയ ഇസ്ലാമിക് മൂവ്മെന്റാണ്. ചരിത്രത്തിലെ യാദൃശ്ചികമെന്നോണം ഇമാം ഹുസൈൻ ബന്ന രക്തസാക്ഷിയായി 62 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അദ്ദേഹം രക്തസാക്ഷിയായ ദിവസം ഫെബ്രുവരി 12 അതേ ദിവസമാണ് സ്വച്ഛാധിപതിയായ ആധുനിക ഫറോവയായ, അതുപോലെ തന്നെ ഈജിപ്തിലെ മിഡിൽ ഈസ്റ്റിലെ അറേബ്യൻ ഭരണാധികാരിയിൽ ഏറ്റവും ക്രൂരനായ ധ്വംസകനായ ഹുസ്നി മുബാറക്ക് സിംഹാസനം വിട്ടൊഴിഞ്ഞത് ചരിത്രത്തിലെ യാദൃശ്ചികമാണ്. നമുക്കറിയാം, തുനീഷ്യയിലെ ബിൻ അലി എന്നറിയപ്പെടുന്ന ഏകാധിപതിയായ ഭരണാധികാരി, അദ്ദേഹം രാജ്യം വിട്ടു. അദ്ദേഹം രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കാത്ത ഒരു ഇസ്ലാമിക പണ്ഡിതനുണ്ടായിരുന്നു, റാഷിദുൽ ഖനൂസി എന്ന് പറഞ്ഞാൽ. റാഷിദുൽ ഖനൂസി ഈ തുനീഷ്യയുടെ ഏത് അതിർത്തിയിൽ കടന്നാലും ഇന്റർപോളിന്റെ സഹായത്തോടുകൂടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് ലോകത്തെ വിവിധ രാഷ്ട്രങ്ങൾക്ക് ഫാക്സ് അയച്ച ഭരണാധികാരിക്ക് ഇന്ന് തുനീഷ്യൻ ഭരണാധികാരികൾ ഫാക്സ് അയച്ചിരിക്കുകയാണ്. തുനീഷ്യയുടെ ഏതെങ്കിലും അതിർത്തിയിൽ ബിൻ അലി പ്രവേശിച്ചാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന്. ചരിത്രത്തിന്റെ വൈരുദ്ധ്യമാണ്, യാദൃശ്ചികതയാണ്. ഇഖ്വാനുൽ മുസ്ലിമീൻ എന്നറിയപ്പെടുന്ന ലോകത്ത് തന്നെ ഏറ്റവും പടർന്ന് പന്തലിച്ച ഇസ്ലാമിക നവജാഗരണ പ്രസ്ഥാനം 82 വർഷമായി ഈജിപ്തിന്റെ മണ്ണിൽ സഹിച്ചും കിതച്ചും കുതിച്ചും നടത്തിയ വിപ്ലവ മുന്നേറ്റത്തിൽ ലോകത്തെ മുഴുവൻ ഇസ്ലാമിക സംഘടനകൾക്ക് പാഠമുണ്ട്, ലോകത്തെ മുഴുവൻ മതസംഘടനകൾക്ക് പാഠമുണ്ട്. ഏകാധിപത്യ പ്രവണതകൾ വെച്ചു പുലർത്തിയ ഭരണാധികാരികൾക്കും അധികാരികൾക്കും ജനാധിപത്യവാദികൾക്കും മതേതരവാദികൾക്കും ഇതിൽ പാഠമുണ്ട്. ഇതിന് മതമെവിടെയാണെന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അന്വേഷിച്ചു നോക്കുന്നത്. നവജാഗരണ പ്രസ്ഥാനമാണ് ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് സാക്ഷാൽ മലയാളം മുതൽ മാതൃഭൂമി വരെ എഴുതേണ്ട ഗതികേടിലേക്ക് അവരെ എത്തിച്ച ഒരു സന്ദർഭമാണ് എന്ന് പറയുന്നത്. ഇസ്ലാമിക നവജാഗരണ വിപ്ലവത്തിൽ മതമെവിടെയാണ്, ഇസ്ലാമിനത്തെ പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലയാള മീഡിയകൾ, മലയാള മാധ്യമങ്ങൾ, ചാനലുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? ഇതിന് ഇസ്ലാമിസ്റ്റുകൾക്ക് പങ്കില്ല എന്നതാണ്. ഇത് ജനകീയ വിപ്ലവം എന്നാണ്. കണ്ണുള്ളവർ തുറന്നു നോക്കണം. ഇസ്ലാമിനെയും ഇസ്ലാമിക പ്രസ്ഥാനത്തെയും കേരളത്തിന്റെ ഓരോ ഇട്ടാവട്ടത്തിലും തീവ്രവാദികളും ഭീകരവാദികളും മതമൗലികവാദികളുമായി ചിത്രീകരിച്ച ഒരൊറ്റാളുടെ നാവും ഇന്ന് ബന്ധുമില്ല എന്നത് നമുക്ക് കാണാൻ സാധിക്കും. എവിടെ പോയി നിങ്ങളുടെ മതേതര നാട്യം? എവിടെ പോയി നിങ്ങളുടെ ജനാധിപത്യ നാട്യം? ഇസ്ലാമിക പ്രസ്ഥാനത്തിന് മതേതര വിരുദ്ധവാദികളും വർഗീയവാദികളും ഭീകരവാദികളുമാണ് എന്ന്
സ്റ്റേജിലും പേജിലും എഴുതി പട്ടിണിയാക്കിയ ഒരൊറ്റ ആളും ഇന്ന് ശബ്ദമനക്കാത്ത വിധം ഇസ്ലാമിക പ്രസ്ഥാന പ്രവർത്തനങ്ങളിലൂടെ അതിന്റെ പ്രവർത്തന വൈകല്യത്തിലൂടെ കാലം തെളിയിച്ച ഏറ്റവും വലിയ ഒരു വിപ്ലവ പ്രവർത്തനം നേതൃത്വം നൽകിയിരിക്കാൻ നമുക്ക് അവകാശപ്പെടാനുള്ളത് ലോകത്ത് വിപ്ലവത്തിന് ഏറ്റവും വലിയ ചാലകശക്തിയായി വർത്തിക്കാൻ സാധിക്കുന്ന സ്ഥായിയായ വിപ്ലവത്തിന് ലോക ചരിത്രത്തിൽ നേതൃത്വം നൽകാൻ പറ്റിയ ഒരേ ഒരു ദർശനം അത് ഇസ്ലാം മാത്രമാണ്. കമ്മ്യൂണിസം നേരത്തെ വിപ്ലവം നയിച്ചിട്ടുണ്ട്. സോവിയറ്റ് റഷ്യ എന്ന് പറയുന്ന ചരിത്രത്തിലെ രാഷ്ട്രം ഇന്ന് ചരിത്രം മാത്രമായി അവശേഷിച്ചിരിക്കുകയാണ്. കൂട്ടരെ നിങ്ങൾ ആലോചിച്ചു നോക്കി, അമേരിക്ക ഒരു പേടകമയച്ചാൽ സോവിയറ്റ് റഷ്യ 2 പേടകമയച്ചിരുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു. 2 പേടകമയച്ച സന്ദർഭമുണ്ടായിരുന്നു. സോവിയറ്റ് റഷ്യ അത്രയും ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ മുന്നേറിയ ഒരു സന്ദർഭത്തിൽ, അങ്ങനെ സോവിയറ്റ് റഷ്യ ലോകത്തിന് നേതൃത്വം നൽകിയ ഒരു സന്ദർഭത്തിൽ നിന്ന് ഇന്ന് സോവിയറ്റ് റഷ്യ എന്നറിയപ്പെടുന്ന രാഷ്ട്രം എവിടെയാണ്? കമ്മ്യൂണിസ്റ്റുകാർ നയിച്ച വിപ്ലവമാണ്. മോസ്കോയിൽ ലെനിന്റെ പ്രതിമ തച്ചുടച്ചുകൊണ്ട് അവിടുത്തെ എല്ലാ ആളുകളും വിളിച്ച മുദ്രാവാക്യമുണ്ട്, സ്വാതന്ത്ര്യം സിദ്ധാവാൻ, സ്വാതന്ത്ര്യം ജയിക്കട്ടെ എന്നാണ്. സ്വാതന്ത്ര്യം ജയിച്ചു, സോവിയറ്റ് റഷ്യ തകർന്നു. ഭൗതികാധിഷ്ഠിത പ്രത്യയശാസ്ത്രമായ മാർക്സിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നയിച്ച വിപ്ലവത്തിന്റെ ചരിത്രത്തിൽ മേൽവിലാസം നഷ്ടപ്പെട്ടുപോയി. പക്ഷേ ഇസ്ലാം എന്നറിയപ്പെടുന്ന വ്യാഖ്യാതമായ ഒരു ദർശനമുണ്ട്. ലോകത്തിന് ചൂടും അതുപോലെ തന്നെ കിതപ്പും കുതിപ്പും ഒരുപോലെ സംഭാവന ചെയ്ത ഉന്നതമായ വിജയങ്ങളും വിപ്ലവ പ്രവർത്തനങ്ങൾക്കും നേരിട്ട് നേതൃത്വം നൽകിയ ഒരു ദർശനമാണ് ഇസ്ലാം. ഇസ്ലാമിനെ അതിനെ സമ്പൂർണ്ണ ആഖ്യാനത്തോടുകൂടി ഇസ്ലാം കേരളത്തിലും ഇന്ത്യയിലും പരിചയപ്പെടുത്തിയ ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി മതം സമ്പൂർണ്ണവാൻ സമഗ്രവാൻ എന്ന് പറഞ്ഞപ്പോൾ സമ്പൂർണ്ണവും സമഗ്രമായ മതത്തെക്കുറിച്ച് പരിഹസിച്ച് ലേഖനം എഴുതിയവരും കുത്തുമം നടത്തിയവരുമുണ്ട്. സാക്ഷാൽ ഹുസ്നി മുബാറക്കിനെ പ്രാർത്ഥിച്ചു വേണ്ടി അദ്ദേഹത്തിന്റെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിച്ച മതസംഘടനകൾ കേരളത്തിലുണ്ട്. എവിടെ പോയി കൂട്ടരെ ഹുസ്നി മുബാറക്ക്? ഇന്ദിരാഗാന്ധി എന്ന സ്വച്ഛാധിപതി ഭരണാധികാരിക്ക് വേണ്ടി കായബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിച്ച അതേ മതസംഘടനകൾ സാക്ഷാൽ ഹുസ്നി മുബാറക്കിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ഏകാധിപതികളുടെ നിലനിൽപ്പിന് വേണ്ടി ശബ്ദിച്ചിട്ടുണ്ട്. സൗദി അറേബ്യൻ ഏകാധിപത്യ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ജനാധിപത്യ പ്രവർത്തനങ്ങളെ തലയിടണം, രാഷ്ട്രദ്രോഹമാക്കണമെന്ന് പ്രതിഭ കൊടുത്ത ആളുകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവർ സ്റ്റേജിലും പേജിലും എഴുതിയ പ്രാർത്ഥനകളുടെ ഉദ്ധരണികളുണ്ട്. പ്രാർത്ഥന ദൈവം സ്വീകരിച്ചില്ല, ദൈവം സ്വീകരിക്കാത്ത ഒരു പ്രാർത്ഥന, ദൈവം സ്വീകരിച്ച ഒരു പ്രാർത്ഥന. ബദറിൽ സംഭവിച്ചതുപോലെ ചരിത്രത്തിൽ അബൂജഹൽ പ്രാർത്ഥിച്ചതും പ്രവാചകൻ അല്ലാഹുവിനോടാണ്, പ്രവാചകൻ പ്രാർത്ഥിച്ചതും അല്ലാഹുവിനോടാണ്. പക്ഷേ ചരിത്രത്തിൽ ദീർഘാടിസ്ഥാനത്തിൽ സ്വീകരിക്കപ്പെട്ട ഒരു പ്രാർത്ഥന മുഹമ്മദ് നബിയുടേതാണ്. അതുപോലെ മുഹമ്മദ് നബിയുടെ പ്രാർത്ഥനയും സ്വീകരിച്ചതുപോലെ ലോകത്തെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ, ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിനും പ്രാർത്ഥനയ്ക്കും അംഗീകാരവും റിസൾട്ടും നേടിക്കൊണ്ടിരിക്കുന്ന ചരിത്ര സന്ദർഭത്തിൽ പ്രിയപ്പെട്ട ചെറുതായ മതസംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, സമുദായ പാർട്ടികൾ എല്ലാവരും ഒന്ന് കണ്ണു തുറന്നു നോക്കണം. എങ്ങനെ നമ്മൾ ഇസ്ലാമിക പ്രസ്ഥാനത്തോട് സ്വീകരിക്കുന്ന സമീപനത്തിൽ ഗൗരവമായ മാറ്റത്തിന് നിങ്ങളെ വിധേയമാക്കണം. നിങ്ങൾക്കറിയാം, അധികാരത്തിൽ ഇരുന്നപ്പോ പല ആളുകളും പറഞ്ഞു, ഞാൻ അധികാരത്തിലിരുന്ന് വഴിവിട്ട് ചെയ്തു എന്നാണ്. അധികാരത്തിലിരുന്ന് ഞാൻ പല ആളുകൾക്കും വഴിവിട്ട് ചെയ്തു കൊടുത്തു എന്നാണ്. അധികാരമെന്ന ലഹരി എന്നെ പിഴപ്പിച്ചു എന്നാണ്. ബിൻ അലി ഉന്നയിച്ച മുദ്രാവാക്യം അതാണ്. ബിൻ അലി രാജിവെച്ചു പോയപ്പോൾ അധികാരമെന്നെ വഴിവിളപ്പിച്ചു എന്നാണ്. അധികാരത്തിലിരുന്നപ്പോൾ വഴിവിട്ട് ചെയ്തു എന്നതാണ് സാക്ഷാൽ ഹുസ്നി മുബാറക്കും പറഞ്ഞത്. ഹുസ്നി മുബാറക്കിന്റെ പിന്തുണച്ച് അവകാശപ്പെടുന്ന സ്വച്ഛാധിപത്യത്തിന്റെ ഏതെങ്കിലും ബ്ലാക്ക് മാർക്ക് ആരെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എങ്കിൽ ഇസ്ലാമിക പ്രവർത്തനങ്ങളുടെ വിപ്ലവകരമായ മുന്നേറ്റങ്ങളെ കൊണ്ട് കാലം നിങ്ങളോട് കണക്ക് ചോദിക്കുമെന്നാണ്. ഇസ്ലാമിക പ്രവർത്തനം അതിന്റെ രാഷ്ട്രീയമായ മുന്നേറ്റത്തിന് വേണ്ടി കുറച്ചു നാളുകൾക്ക് മുമ്പിൽ മണ്ണിലിറങ്ങി നീതിക്കും ധർമ്മത്തിനു വേണ്ടി സമരത്തിനും, അതുപോലെ അനീതിക്കെതിരെ ധർമ്മത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി, സത്യത്തിനു വേണ്ടി, കളവില്ലായ്മയ്ക്ക് വേണ്ടി ഈ ഇസ്ലാമിക പ്രസ്ഥാനം അതിന്റെ രാഷ്ട്രീയ ആയുധം പയറ്റു നോക്കി. അപ്പോൾ അതിനെ മദ്യം കൊടുത്തും നോട്ട് കൊടുത്തും അതിനെതിരെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചവരും ഇന്ന് എവിടെയാണെന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം. അല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അല്ലാഹു ഏറ്റവും കൂടുതൽ കുതന്ത്രം പ്രയോഗിക്കുന്നവരാണ്. ദൈവത്തിന്റെ കുതന്ത്രമാണ് വിജയിച്ചവർ. ദൈവത്തിൽ അങ്ങേയറ്റം ആത്മാർപ്പണവും വിശ്വാസമുള്ള ഇസ്ലാമിസ്റ്റുകൾ നയിക്കുന്ന വിപ്ലവ പ്രവർത്തനങ്ങൾ കാലം സാക്ഷി വിജയിക്കുക തന്നെ ചെയ്യും. ആരെത്ര ചിരിച്ചാലും, ആരെത്ര ഇതിനെ പരിഹസിച്ചാലും, അതിനുവേണ്ടി എത്ര സ്റ്റേജും പേജും ദുർവിനിയോഗം ചെയ്താലും ഇസ്ലാമിക പ്രവർത്തകർ നയിച്ചുകൊണ്ടിരിക്കുന്ന വിപ്ലവ പ്രവർത്തനങ്ങൾ കാലഘട്ടത്തിലെ ഏറ്റവും സുന്ദരമായ വിജയം സമ്മാനിക്കുക തന്നെ ചെയ്യുമെന്ന ശുഭാപ്തി പ്രതീക്ഷയോടുകൂടിയാണ് ഈ വലിയ മുന്നേറ്റത്തിന് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത്. ഞങ്ങൾ ആദർശത്തിന്റെ ഭാഗമാണ്, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, സംസ്കാരത്തിന്റെ ഭാഗമാണ്. ലോകത്ത് ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്
കൂടെ ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്നവർ മതമൗലികവാദികളും വർഗീയവാദികളും ഭീകരവാദികളും എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്നവർ ഇതാ ജനാധിപത്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നു. നിങ്ങളുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യുന്ന നിമിഷങ്ങളാൽ നിങ്ങൾ ഏത് ജനാധിപത്യത്തിന്റെ കൂടെയാണ് നിന്നിരുന്നത്? നിങ്ങൾ ഏത് മതേതരത്വത്തിന്റെ കൂടെയാണ് നിന്നിരുന്നത്? ഞങ്ങളെന്ന് പറഞ്ഞതാണ് സുന്ദരമായ ജനാധിപത്യത്തിന്റെ കൂടെ നിൽക്കുന്ന ഒന്നാമത്തെ കക്ഷി ഞങ്ങളായിരിക്കുമെന്നത് കാലം തെളിയിച്ചു. ജനാധിപത്യ സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ കൽപ്പുള്ളത് ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾക്കല്ല, ഏതെങ്കിലും ഭൗതിക സാമുദായിക രാഷ്ട്രീയ പാർട്ടികൾക്കല്ല, ഏതെങ്കിലും കേവല വീക്ഷണങ്ങളിൽ അഭിനമിക്കുന്ന മതസംഘടനകൾക്കല്ല, സമ്പൂർണ്ണ സമഗ്രമായ ദർശനം മുന്നോട്ട് വെക്കുന്ന കാലത്തിന്റെ വെല്ലുവിളിയെ നെഞ്ചു വിരിച്ചു നേരിടാൻ സന്നദ്ധമായ ഇസ്ലാമിക് മൂവ്മെന്റുകൾക്കാണ്. അതിന്റെ വിജയമാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഈജിപ്തിൽ മാത്രം പരിമിതമല്ല, കേരളത്തിലെ ഓരോ കാലഘട്ടത്തിലും ഇതിന്റെ അലയലികൾ ഉണ്ടാവുന്നതും അതിന്റെ നേതൃസ്ഥാനത്ത് ഇസ്ലാമിക പ്രസ്ഥാനം അജയ്യമായി നിലനിൽക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.